മലയാള സിനിമയെ ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഓളം ഉണ്ടാക്കിയ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ്. ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമ്മുടെ ചെമ്മീനോ മതിലുകൾക്കോ പിറവിക്കോ വാനപ്രസ്ഥമോ അമ്മയെ അറിയാനോ പെരുന്തച്ഛനോ മണിച്ചിത്രത്താഴോ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനോ ബ്രഹ്മയുഗമോ ഒരുപക്ഷെ ആടുജീവിതത്തിനോ കഴിഞ്ഞിട്ടില്ല. അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. മാർക്കോയും ഈ സിനിമയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ സിനിമ കാണാൻ ഒരുപാട് ബുജിയാവണം. ഈ സിനിമയിൽ രാഷ്ട്രീയമുണ്ടോ? ഒബാമ ഈ സിനിമയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഈ സിനിമയെ ഇന്ത്യൻ ഓസ്കാർ കമ്മിറ്റി റിജക്ട് ചെയ്തത്? ഈ സിനിമയുടെ വിഷ്വൽ സ്റ്റൈൽ എന്താണ്? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാൻസ് ഉൾപ്പെടെ 70ഓളം ഫിലിം ഫെസ്റ്റിവൽ സെലക്ട് ചെയ്യുകയും കാൻസ് ഉൾപ്പെടെ 20ഓളം ഫിലിം ഫെസ്റ്റിവൽ വിജയിക്കുകയും ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്ന സിനിമ ഡയറക്ട് ചെയ്തത് മലയാളി അല്ലാത്ത പായൽ കപ്പാടിയാണ്. ഓസ്കറിന് ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഇന്ത്യൻ സിനിമ ആയിട്ട് കൂടിയും നമ്മുടെ ഓഡിയൻസിന് അത് മനസ്സിലായില്ല എന്ന് മാത്രമല്ല ഒരുപാട് ക്രിറ്റിസിസവും ഉണ്ടായി. എന്ത് തേങ്ങയാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ് പല അഭിപ്രായങ്ങളും. ഒരു സിനിമയുടെ കഥ മനസ്സിലാക്കുന്നതിൽ ഒരാളുടെ ഐക്യൂയും ഇക്യൂയും ഒരു വലിയ ഘടകമാണെന്ന് തോന്നുന്നു. കാരണം ക്രിസ്റ്റഫർ നോളന്റെ സിനിമകൾ മനസ്സിലാക്കാൻ ഹൈ ഐക്യു വേണ്ടതുണ്ട്. അതുപോലെ തന്നെ പതേർ പഞ്ചാലിയും കൊടിയേറ്റവും ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് മനസ്സിലാക്കാൻ ഹൈ ഇക്യു ഉള്ള ഒരു പ്രേക്ഷകന് മാത്രമേ കഴിയൂ. അത് ഓഡിയൻസിന്റെ സിനിമ ആസ്വാദനത്തെ നിർണ്ണയിക്കുമെന്ന് തോന്നുന്നു. സിനിമയുടെ സ്പെക്ട്രത്തിലെ രണ്ടറ്റത്തുള്ള സിനിമയാണ് മാർക്കോയും ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ്. മാർക്കോയിൽ നമ്മുടെ ഓഡിയൻസിനെ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ജഗദീഷിന്റെ ടോണി എന്ന ക്യാരക്ടർ തന്നെ ഉദാഹരണം. ഐ ആം ഹോമോസെക്ഷൽ എന്ന ഡയലോഗ് തന്നെ ഉദാഹരണമായിട്ട് പറയാം. എന്നാൽ പായൽ കപ്പാടിയ ഇറ്റാലിയൻ നിയോ റിയലിസം വിഷ്വൽ സ്റ്റൈലാണ് ഓൾ വി ഇമാജിൻ ആസ് എന്ന ലൈറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. യാതൊരു സ്പൂൺ ഫീഡും ഇല്ലാതെ സൈലൻസ്, റിയലിസം, ഒറിജിനാലിറ്റി കൊണ്ടുള്ള ഒരു ശൈലിയാണത്. ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് കാണാൻ വലിയൊരു ഐക്യു ഒന്നും വേണ്ട, വെറും ഇക്യു മതി. അതായത് ഇമോഷണൽ അഥവാ എംപതി കോഷൻ. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഒരു സാധാരണ പ്രേക്ഷകന് ഉണ്ടായാൽ മതി. അതുകൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷം സ്ത്രീകൾക്കും സിനിമ ഇഷ്ടപ്പെടുകയും ഒരുപാട് പുരുഷന്മാർക്ക് അത് മനസ്സിലാകാത്തത്. ചിലപ്പോൾ ഒരു വലിയ ബുജിക്ക് മനസ്സിലായി കൊള്ളണമെന്നില്ല. ഉദാഹരണം തന്നെ രാജമൗലിക്ക് പാരസൈറ്റ് എന്ന കൊറിയൻ മൂവി മനസ്സിലാവാത്തത് പോലെ. നഴ്സുമാരെ നമ്മുടെ പോപ്പുലർ കൾച്ചറിൽ നൈറ്റിംഗിൾ ഓഫ് ദി വേൾഡ് അല്ലെങ്കിൽ ഏഞ്ചൽ ഓഫ് ദി മേഴ്സി എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്നാൽ ഇന്ത്യയിലെ നഴ്സുമാരുടെ സ്ഥിതി അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ നോളജും ഏറ്റവും കുറവ് സാലറി വാങ്ങുന്ന 3 പ്രൊഫഷനുകളിൽ ഒന്നാണ് നഴ്സിംഗ്. മറ്റു 2 പ്രൊഫഷൻസ് നിങ്ങൾ കമന്റ് ചെയ്യുക. നഴ്സുമാർക്ക് ഡോക്ടറുടെ എത്ര പെർസെന്റേജ് നോളജ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ ഡോക്ടർക്ക് ആഴത്തിലുള്ള നോളജ് ഉള്ളപ്പോൾ തന്നെ നഴ്സുമാർക്ക് ഒരു പരന്ന നോളജ് ആവശ്യമാണ്. മാത്രവുമല്ല പേഷ്യൻസിന്റെ ഡെയിലി കെയറും ഫിസിക്കൽ, ഇമോഷണൽ, സൈക്കോളജിക്കൽ വെൽബീങ് നോക്കേണ്ട കടമയും നഴ്സുമാർക്കാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ വിട്ടാൽ നഴ്സിംഗ് ജോബിന് ഹൈ പേയും ഹൈ ഡിമാൻഡും ഒരു റെസ്പെക്റ്റുമുണ്ട്. നഴ്സിംഗ് ജോലിയുടെ വൈകാരിക പീഡനവും രോഗി പരിചരണത്തിന്റെ നിരന്തരമായി അനുഭവിക്കുന്ന സമ്മർദ്ദവും സാലറി, കുടുംബജീവിതം മാത്രമല്ല അവരുടെ പ്രൊഫഷണൽ ഡ്രസ്സിന്റെ മെയിന്റനൻസിന്റെ ഉത്തരവാദിത്വം പോലും വളരെ ബ്യൂട്ടിഫുൾ ആയാണ് പായൽ പ്രസന്റ് ചെയ്യുന്നത്. ബരാക് ഒബാമ 2024 ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്ന് ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്ന് പറയുന്നുണ്ട്. പളപളക്കുന്ന, ഫാഷനബിൾ ആയ, ഗ്ലാമറസ് ആയ, റൊമാൻറ്റിക് ആയ മുംബൈ അല്ല ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. മറിച്ച് കഷ്ടപ്പെടുന്ന, ഇരുട്ട് നിറഞ്ഞ, കൺജസ്റ്റഡ് ആയ മുംബൈയാണ് നമുക്ക് ഈ സിനിമയിൽ പായൽ കാണിച്ചു തരുന്നത്. നമ്മുടെ ബോളിവുഡ് സിനിമയിൽ കാണാത്ത മുംബൈയിലെ അതിരാവിലെയുള്ള റോഡിലെ മലക്കറി കച്ചവടം, തിങ്ങി നിറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ, മുംബൈയിലെ സബർബൻ പ്രദേശത്ത് നിന്ന് സാലറിക്ക് വേണ്ടി ശ്വാസം മുട്ടുന്ന റെയിൽവേ യാത്ര, അർദ്ധരാത്രിയിലും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രീറ്റുകൾ, പ്രകാശമുള്ള ഹൈറൈസ് ബിൽഡിംഗിൽ നിന്ന് വ്യത്യസ്തമായ ഇരുണ്ട് നിറഞ്ഞ ലോവർ മിഡിൽ ക്ലാസ് ആളുകൾ ജീവിക്കുന്ന ഫ്ളാറ്റുകൾ, ഒറ്റ മഴയിൽ പാടുപെടുന്ന മുംബൈ, വൈരുദ്ധ്യങ്ങളുടെ നഗരമായ മുംബൈയാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ മുംബൈ നമ്മുടെ എത്ര ബോളിവുഡ് സിനിമകളിൽ വന്നിട്ടുണ്ട്. ഈ സിനിമ ഓസ്കാറിൽ അയക്കാത്തതിന് പൊളിറ്റിക്കലായ റീസൺസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. അന്ന് ഇന്ത്യയുടെ ഓസ്കാർ കമ്മിറ്റി ഓസ്കാറിന് ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് ടെക്നിക്കലി പുവർ ആണെന്നാണ് കമ്മിറ്റി കണ്ടെത്തിയത്. ഇതിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. ഒന്നാമത്, നമ്മൾ ഓസ്കറിലേക്ക് അയക്കുന്നത് ബെസ്റ്റ് ഫോറിൻ ഫിലിം കാറ്റഗറിയിലാണ്, അല്ലാതെ ടെക്നിക്കൽ അവാർഡ്സിലേക്കല്ലോ. രണ്ടാമത്, 1994 ഷാജിയൻ കരുണിന്റെ സ്വം കാൻസിലെ കോമ്പറ്റിറ്റീവ് കാറ്റഗറിയിൽ സെലക്ട് ചെയ്തതിനു ശേഷം 30 വർഷം കഴിഞ്ഞാണ് ഒരു ഇന്ത്യൻ സിനിമ സെലക്ട് ചെയ്യുന്നത്. മാത്രവുമല്ല ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് വിജയിക്കുകയും ചെയ്തു. ഈ കാൻസ് കമ്മിറ്റിയിൽ കാണാത്ത എന്ത് ടെക്നിക്കൽ പ്രോബ്ലമാണ് ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റിൽ ഉള്ളത്. മൂന്നാമത്തത്, ഈ സിനിമയുടെ കഥയ്ക്കും തീമിനും പറ്റിയ പ്രൊഡക്ഷൻ ഡിസൈനും വിഷ്വൽ സ്റ്റൈലുമാണ് സിനിമയിൽ ഉടനീളം
യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ ബാന്ദ്രയോ ജൂഹു ബീച്ചോ അംബാനിയുടെയോ അല്ലെ അസാർക്കയുടെയോ വീടല്ല മുംബൈയായി കാണിച്ചിരിക്കുന്നത്. മുംബൈയിലെ ഏറ്റവും വലിയ വിഭാഗമായ ലോവർ മിഡിൽ ക്ലാസിന്റെ ജീവിതവും അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ദാരിദ്ര്യവും അല്ല ഡിസ്ക്രിമിനേഷനുമാണ് അവിടെ പായൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ബോളിവുഡിൽ സ്ഥിരമായി കാണുന്ന ഹൈ ക്ലാസ് ജീവിതമോ അല്ലെങ്കിൽ ലോ ക്ലാസ് അധോലോകമോ അല്ല. അതുകൊണ്ട് തന്നെ കഥയ്ക്കനുസരിച്ച് സ്ട്രഗിൾ ചെയ്യുന്ന റിയലിസം മുംബൈയായി കാണിക്കുന്നുണ്ട്. സിനിമയുടെ വിഷ്വൽ സ്റ്റൈൽ വളരെ ഗ്രൂമിയും ഗ്രിമ്മായും ആണ് കാണിച്ചിട്ടുള്ളത്. അവരുടെ ജീവിതം കണ്ട് നമുക്കൊരു സഹാനുഭൂതിയും തോന്നണം. മുംബൈയുടെ വിഷ്വൽ സ്റ്റൈൽ ഗ്ലൂമി ആണെങ്കിൽ രത്നഗിരിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ്നസും കളറും അത് ആഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം തന്നെയുണ്ട്. അത് ആ 3 സ്ത്രീകളുടെയും ജീവിതത്തിലേക്ക് വന്ന സെൽഫ് ഡിസ്കവറിയുടെ പാതയും സന്തോഷത്തിന്റെയും ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് രത്നഗിരിയിൽ കുറച്ച് കളർഫുൾ ആയിട്ട് അത് കാണിച്ചിരിക്കുന്നത്. പായൽ കപ്പാഡിയ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്ന സിനിമാറ്റിക് സ്റ്റൈല് ഇറ്റാലിയൻ നിയോ റിയലിസ്റ്റിക് സ്റ്റൈലാണ്. കൂടാതെ കുറച്ച് സർറിയലിസം കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് പ്രഭയുടെ ഹസ്ബൻഡിന്റെ പാട്ടിലാണ്. ഫെല്ലിനി, റോസലിനി, ആന്റോണിയോ എന്നീ ഇറ്റാലിയൻ ഡയറക്ടേഴ്സിന്റെ നിയോ റിയലിസ്റ്റിക് ശൈലിയാണ് നമ്മുടെ സത്യജിത് റേയും അടൂരും അരവിന്ദനും ഒക്കെ അഡാപ്റ്റ് ചെയ്തിരുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രീകരണവും റിയൽ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യുകയും അതിലൂടെ വരുന്ന സാമൂഹികവും രാഷ്ട്രീയപരമായ വിഷയങ്ങൾ സിനിമയിൽ തന്നെ ചർച്ച ചെയ്യുകയും സ്നേഹം, നഷ്ടം, പ്രതീക്ഷ തുടങ്ങിയ മനുഷ്യാവസ്ഥയുടെ തീമുകളാണ് പൊതുവെ നിയോ റിയലിസ്റ്റിക് സിനിമകളിൽ അവതരിപ്പിക്കുന്നത്. ഇതുവരെ 100ഓളം ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റിനെ മാറ്റി ലാപ്പത്ത ലേഡീസ് ഓസ്കാറിലേക്ക് അയച്ചത് ഒരു വലിയ ബ്ലണ്ടർ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ പറയുക. സിനിമ, സ്പോർട്സ്, ആർട്സ്, പൊളിറ്റിക്സ് എന്നിവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഡീകോഡിംഗ് വീഡിയോ ആണ് നമ്മുടെ ചാനലിന്റെ പ്രത്യേകത. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ലൈക്ക് ആൻഡ് കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്.